എന്താ കബറാളി പറയുന്നതെന്നറിയോ? എന്റെ മക്കളിതാ എന്റെ കബറിന്റെ ചാരത്തൂടെ നടന്നു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ കബറിന്റെ അടുത്തൂടെ വാഴ് കേൾക്കാൻ പോയതാ. എന്റെ ഭർത്താവിന്റെ കബറിന്റെ ചാരപ്പ് കൂടി ജുമാ ദിവസം നടന്നു പോയതാ. അവൻ എന്നെ അറിയാത്തതുപോലെ നടന്നു പോവുകയാ. ഒരു സലാം പറഞ്ഞില്ല, ഒരു സലാം പറഞ്ഞില്ല. ഈ കിടക്കുന്ന എന്റെ വാപ്പയാണല്ലോ, എന്റെ ഉമ്മയാണല്ലോ. ആ ഒരു ചിന്തയോടെ ഒരു സലാം പറയാൻ എന്റെ മോനന്റെ എന്റെ കബറിന്റെ അടുത്ത് വന്നില്ല. അവൻ അതിനടുത്തുകൂടെ നടന്നു പോയപ്പോ ഓരോ ചെടികൾ മാറ്റിയിട്ട് ഇഴജന്തുക്കളുണ്ടോ എന്ന് വളരെ ഭവ്യതയോടെ വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ടവനും നടന്നുപോയി. പക്ഷെ എന്റെ കബറിനകത്ത് ശിക്ഷിക്കപ്പെടുന്നത് എന്റെ മോൻ അറിയുന്നില്ല. ഒരു സലാം ചൊല്ലാൻ, ഒരു ദുആ ചെയ്യാൻ എന്റെ പൊന്നുമോ തയ്യാറാകുന്നില്ല. പക്ഷെ ഞാൻ മരിച്ചപ്പോ എന്റെ വീട്ടിൽ നടന്നതെന്താ? ഞാൻ മരിച്ചപ്പോൾ എന്റെ വീട്ടിൽ നടന്നതെന്താ? വദുൽ മീറാത്തി യഖ്തസിമൂന മാലി. എന്റെ അനന്തരാവകാശികള്, എന്റെ മക്കള് ജീവിതത്തിൽ എന്നെ ഒന്ന് നോക്കാത്ത മോള് പോലും വണ്ടി പിടിച്ചെന്റെ മരണത്തിന് വന്നു. അതെന്നോടുള്ള സ്നേഹമല്ല, എന്നോടുള്ള താല്പര്യമല്ല, എന്റെ മുഖം അവസാനമൊന്ന് കാണാനല്ല. പിന്നെയോ എന്റെ സ്വത്ത് വീതിച്ചെടുക്കുമോ എന്ന പേടിയാണ്. അങ്ങനെ അനന്തരാവകാശികളെന്ന എന്റെ മക്കളെല്ലാം കൂടി എന്റെ സ്വത്ത് വീതം വെച്ചെടുത്തോ. ഞാൻ ഹജ്ജിന് പോയിട്ടില്ലായിരുന്നു, ഞാൻ പള്ളിക്ക് പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പലർക്കും പൈസ കൊടുക്കാനുണ്ടായിരുന്നു. എന്റെ കടങ്ങൾ വീട്ടാൻ അവർക്ക് യാതൊരു ചിന്തയുമില്ല. പറയണം വാപ്പാ, മൈലാഞ്ചി ചെടിയല്ലാതെ ദുനിയാവിൽ ഒന്നും അത് കേൾക്കൂല. നടന്നു പോകുന്ന ഇഴജന്തുക്കൾ, നടന്നു പോകുന്ന കാലിമൃഗങ്ങള്, ഇഴഞ്ഞു പോകുന്ന ഇഴജന്തുക്കള്, പറന്നുയരുന്ന പറവക്കൂട്ടങ്ങള്, ഇതെല്ലാം അത് കേൾക്കുന്നുണ്ടാകും. പക്ഷെ മനുഷ്യരും ജിന്ന് വിഭാഗവും കേൾക്കില്ല എന്ന് ത്വാഹാ നബി മുഹമ്മദ് മുസ്തഫ. ആ നിലയിലെ കബറിനകത്ത് കിടന്ന് നിലവിളിക്കണോ സഹോദരാ? അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് പോകണം. നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോകണം. അതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന ഉന്നതമായ മഹത്തായ വിജയത്തിന്റെ ഉന്നതമായ ശ്രീലാളിതയായി നമുക്ക് മാറാൻ കഴിയണോ? അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അനന്തര സ്വത്ത് വീതിച്ചെടുക്കലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി രണ്ടാമത്തെ കാര്യമേതെന്നറിയോ? ചുരുക്കി ഞാൻ പറയുകയാണ്. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക. രണ്ടാമതായിട്ട് ഫൗസുൻ അലീം എന്ന് പറയുന്ന മഹാവിജയം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തു വേണം? വിശുദ്ധ ഖുർആൻ